പ്രേയർ തുടങ്ങട്ടെ. ജീവിതമെന്ന മഹാനിധിയെന്നും ജീവനേക്കാൾ സ്നേഹിക്കുവാനായി അറിവരുളൂ ദൈവമേ ഞങ്ങളിൽ അക്ഷരമലരുകൾ ചൊരിയൂ. നല്ല വചസ്സും നന്മ നിറഞ്ഞ മനസ്സും തന്ന പ്രതിഭകളാക്കേണമേ ഞങ്ങളെ, ശ്രുതിശുദ്ധമാക്കേണമേ. ജീവിതമെന്ന മഹാനിധിയെന്നും ജീവനേക്കാൾ സ്നേഹിക്കുവാനായി അറിവരുളൂ ദൈവമേ ഞങ്ങളിൽ അക്ഷരമലരുകൾ ചൊരിയൂ. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. Thought of the day. Good morning, ma'am and my dear friends. നമുക്കുള്ള ഓർക്കാനുള്ള കഴിവിനേക്കാൾ കൂടുതൽ ഞാൻ മാനിക്കുക നമുക്കുള്ള മറക്കാനുള്ള കഴിവിനെയാണ്. കാരണം മറവിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വേദനകൾ മറക്കുക? മറവിയില്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരെ മറക്കുക. മറവിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് കുറ്റബോധങ്ങളും മണ്ടത്തരങ്ങളും മറക്കുക? അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതം ഇത്രയും പോസിറ്റീവായി സ്മൂത്തായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഓർമ്മകളല്ല, പകരം നമ്മുടെ മറവികളാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമുള്ളത് മാത്രം ഓർമ്മയായി നിന്നുകൊണ്ട് ബാക്കിയെല്ലാം മറവിയായി മാഞ്ഞു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു മാം. അല്ലല്ല, കുറച്ച്. താങ്ക് യു മാം. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning all. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് ഈ പോർഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരുന്നു അല്ലേ? Yes, ma'am. നോർമലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല മാം, ഇനി ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ് തൊട്ട് എടുക്കാനുള്ളത്. ആണോ? യെസ് മാം. ജോയ് വരെ ഓർമ്മ മേ ബി അവിടെടാ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഒബീഡിയൻസ് വരെ പറഞ്ഞല്ലേ? ഒബീഡിയൻസ് വരെ പറഞ്ഞിട്ടുള്ളൂ മാം, അത് തീർന്നിട്ടില്ല ബാക്കി പോയിന്റ്സ്. ഓക്കെ, ഒബീഡിയൻസ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് മോണ്ടസോറിയില് അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ടല്ല നമ്മൾ ഒബീഡിയൻസ് ഫോളോ ചെയ്യിപ്പിക്കുന്നത്, അനുസരണം നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുന്നതല്ല. ബട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ടീച്ചറിനോട് ചോദിക്കാൻ പറ്റും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളുടേതായ കൺസേൺസ് കാര്യങ്ങൾ ടീച്ചറിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾ എല്ലാവരും ഒബീഡിയന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ അവസ്ഥ. നമ്മൾ ആദ്യം ക്ലാസ്സിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആദ്യം നമുക്ക് ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. പിന്നീട് നിങ്ങൾ സാധാരണ നമുക്കൊരു എൻവയോൺമെന്റിലേക്ക് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നപ്പോ
നിങ്ങൾ തന്നെ എന്തായി ആ ഒരു കുട്ടി സംസാരിക്കുമ്പോ അവര് കാര്യങ്ങൾ പറയുമ്പോ, ഇപ്പൊ തോട്ട്സ് പറയുമ്പോ, പ്രെയർ പറയുമ്പോ നമ്മൾ ബാക്കി എല്ലാവരും എന്താണ് സൈലന്റ് ആവാണ്. ദെൻ അവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തു തുടങ്ങിയത്, സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ നോർമലി ഒബീഡിയന്റ് ആയിട്ട് മാറി. നിങ്ങൾക്ക് ആ കിട്ടിയ ഫ്രീഡം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ലേ? സാങ്കിലും തോട്ട് ഓഫ് ദ ഡേയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം ഞങ്ങൾക്ക് അലോ ചെയ്യുന്നില്ലേ? അലോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്നില്ലേ? അപ്പൊ ആ ഒരു ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഒബീഡിയൻസ്. പിന്നെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് നല്ല ഒബീഡിയന്റ് കുട്ടികളാണ്. കാരണം ആദ്യം സമയങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നോ? ഫസ്റ്റ് ടൈം, ഫസ്റ്റ് ക്ലാസ്, ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെയായിരുന്നോ? അല്ല മാം, ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. കാരണം സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താണ്, നിങ്ങൾ എല്ലാവരും സൈലന്റ് ആയിട്ടായിരിക്കുന്നത്. അത്രയും ഒബീഡിയന്റ് ആയിട്ട് മാറി. അതേപോലെ തന്നെ നമ്മൾ ഒരു ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ ആ ഫ്രീഡം അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും അവർ നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളിൽ ഡെവലപ്മെന്റ് വരുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരവരുടെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർ എന്ത് ചെയ്യാണ്, ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യാണ്. നെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. ഇൻഡിപെൻഡൻസ് അറിയാൻ സ്വാതന്ത്ര്യം. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ നോർമൽ സ്കൂൾ കമ്പയർ ചെയ്ത് നോക്കാൻ, നോർമൽ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സീറ്റിൽ നിന്നും ഒന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ, CBSE സ്കൂളാണ് പറയുന്നത്, സീറ്റിൽ നിന്നൊന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ ആരോട് പെർമിഷൻ വാങ്ങിക്കണം? ടീച്ചറിനോട് പെർമിഷൻ വാങ്ങിക്കണം. വേണ്ടേ? വേണം. ഒന്ന് ഹാൻഡ് പൊക്കിയിട്ട് മേലേക്ക് പറഞ്ഞിട്ട് വേണം. എന്താന്ന് ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാനാണെങ്കിൽ പോലും എന്ത് വേണം, ടീച്ചേഴ്സിന്റെ അടുത്ത് പെർമിഷൻ വാങ്ങിക്കണം. ബട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ ഫെസിലിറ്റേഴ്സിന്റെ അടുത്ത് കുട്ടികൾ പെർമിഷൻ വാങ്ങിക്കേണ്ട. അവർക്കും അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർക്ക് ആ ഒരു ഷെൽഫിൽ നിന്ന്, ഏത് ഷെൽഫിൽ നിന്നാണെങ്കിലും അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, അത് എടുക്കുകയും അതെന്ത് ചെയ്യാം, അത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവര് തന്നെയാണ് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത്. ഏത് വർക്ക് ചെയ്യണം നമ്മൾ ആര് സെലക്ട് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്ന സമയത്ത് വന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങളോട് പറഞ്ഞത് എന്താണ്, ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നല്ലേ പറഞ്ഞത്? അതെ മാം. പിന്നെ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ അത് നോക്കിയിട്ട് ചിലപ്പോൾ മിസ്സുമാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് കളക്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. കാരണം നമ്മളുടെ കുട്ടികൾക്ക് ഇനിഷ്യേറ്റീവ്സ് ആണ്, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടേതായ നമ്മുടെ കുട്ടികളുടെ എന്താണ് ഇഷ്ടത്തിന് നമ്മൾ വിടുകയാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് ചെറുപ്പം മുതലേ ആ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കണം. അവർ ഡിസിഷൻ മേക്കിംഗ് ആണ്, ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അപ്പൊ ഒരു ഭാവിയിൽ വലുതായി വരുമ്പോൾ, മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. സോ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നമ്മളുടെ ഒപ്പം തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മളുടേതായ രീതിയിൽ കൺട്രോളിൽ അല്ലെങ്കിൽ ഒബീഡിയന്റ് ആയിട്ട് നല്ല ഡിസിപ്ലിനോട് കൂടെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സോ നോക്കാം, ഒരാളൊന്ന് റീഡ് ചെയ്യോ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്? Okay, ma'am, ready ചെയ്യാം. Independence and initiative. The whole aim of Montessori method contains, amongst other things, that the child gathers as much independence as is possible for him to acquire at each stage of development. The directress must always follow the limits of her intervention. ഇൻഡിപെൻഡൻസിൽ പറയുന്നത് മോണ്ടിസോറിയുടെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഇൻഡിപെൻഡൻസ് ഗ്യാദർ ചെയ്യും. നമ്മൾ അവർക്ക് ഈ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അവർക്ക് വേണ്ട ഇൻഡിപെൻഡൻസ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നതിനേക്കാൾ നല്ലത് ഒരു ഫ്രണ്ട്ലി രീതിയിൽ വളർത്തുന്ന ഫാമിലി. നമ്മളിപ്പോ പാരന്റ്സിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ രീതിയിലാണ്. നമ്മൾ ടീച്ചേഴ്സ് ഒരുപാട് സ്ട്രിക്റ്റ് ആവുന്നതിന് നല്ലത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി അവരുടെ ഒപ്പം ഫ്രണ്ട്ലി ആകുമ്പോൾ ഒരു ലിമിറ്റ് എല്ലാത്തിനും വേണം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം,
പറഞ്ഞു കൊടുക്കണം. ഡിസ്ട്രസ് മസ്റ്റ് ഓൾവേസ് ഫോളോ ദ ലിമിറ്റ് ഓഫ് ഹെർ ഇന്റർവെൻഷൻ. അതേപോലെ തന്നെ നമ്മുടെ ഇന്റർവെൻഷൻസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം എന്ന് നോക്കിയത് നമ്മൾ സൂപ്പർവിഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കുട്ടികളെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർവൈസ് ആണ് ചെയ്യേണ്ടത്. അവര് വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് എപ്പോഴും അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദെൻ ആ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് ചെയ്യേണ്ടത് ആരാണ്? കുട്ടി തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പൊ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളോട് അവർ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളൊന്ന് നോക്കും, അല്ലെങ്കിൽ നമ്മളോട് പറയും മാം എനിക്ക് അറിയില്ല, മറന്നുപോയി, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? അത് ഗൈഡ് ചെയ്ത് കൊടുക്കാം, എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും കുട്ടികളെ എന്ത് ചെയ്യേണ്ട ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഇന്റർവെൻഷൻസ് കുറയ്ക്കാം. അതേപോലെ തന്നെ നിങ്ങൾ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചതോ? അതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഓക്കെ. സൂപ്പർവിഷൻ പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ സൂപ്പർവിഷൻ ആണ്. എപ്പോഴും കുട്ടികൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ട? അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട. ഈ സ്പൂൺ ഫീഡിങ് ഉണ്ടല്ലോ, അറിയാലോ? സ്പൂൺ ഫീഡിങ് നമ്മള് ജസ്റ്റ് പറയാറുള്ളതാ. CBSE കുട്ടികളെ ഞങ്ങൾ കളിയാക്കുന്നതാ ടീച്ചേഴ്സ്. എല്ലാ ടീച്ചേഴ്സും സ്പൂൺ ഫീഡ് ചെയ്യുള്ളൂ എന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പൊ അത് ജസ്റ്റ് ആ സ്പൂൺ ഫീഡിങ്ങിന്റെ കാര്യമില്ല, നമ്മൾ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം. അപ്പൊ സ്റ്റേറ്റ് CBSE നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റേറ്റിലെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് അറിയാവുന്ന രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ആൻസർ ചെയ്യുന്നത്. പക്ഷെ CBSE കുട്ടികൾക്ക് സ്പൂൺ ഫീഡിങ് ആണ്. കാരണം അവർക്ക് നോട്ടിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എക്സാമിന് വരുന്നത്. പുറത്തുനിന്നോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ഇൻഡിപെൻഡൻസ് കൊടുക്കുക. ആ ഒരു ഇൻഡിപെൻഡൻസ് നിന്നുകൊണ്ട് തന്നെ കുട്ടികൾ എന്താവും? ഒബീഡിയന്റ് ആയിട്ട് മാറും. നെക്സ്റ്റ് ആണ് എ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. നമ്മളൊരു നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ക്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മ്യൂച്വൽ ഹെൽപ്പ്. അവർ ഹെൽപ്പിംഗ് വൺ അനദർ. നമ്മൾ ആരെയും ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടോ? ആരുണ്ടായിരുന്നല്ലോ ഡാൻസ് ടീച്ചേഴ്സോ? ഇല്ലേ? പഠിച്ചിട്ടുണ്ട് മാം. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ ഡാൻസ് ഒക്കെ പഠിക്കുമ്പോൾ മുതിർന്ന അവിടെ ഡാൻസ് പഠിച്ചിരുന്ന മുതിർന്ന ചേച്ചിമാരായിരിക്കും ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയായിരുന്നോ? ഈ ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. ടീച്ചർ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതെ മാം. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിടുന്നുണ്ട്. അവിടെ കാണുന്ന ഒരു ഫീച്ചറാണ്. അവിടെ എന്ത് പറയുന്നത്? ഒരുപാട് നാളായിട്ട് ഡാൻസ് പഠിക്കുന്ന കുട്ടികളായിരിക്കും ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഈ കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതിൽ നന്നായിട്ട് ചിലപ്പോ ആ കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ, അവരുടെ അതേ ഏജും ആ ഒരു ഇതാണല്ലോ, അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവും. അത് തന്നെയാണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മുതിർന്നവര്, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. ഓൾഡർ വൺസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള്, ഓൾഡർ വൺസ് എന്ന് പറയുമ്പോൾ ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് എന്ത് ചെയ്യും? അവരുടെ യങ്ങർ വൺസിനെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ കുട്ടികൾ തന്നെ എന്ത് ചെയ്തോളും? ആ കുട്ടിക്ക് ഹെൽപ്പ് കൊടുത്തോളും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളായിരിക്കും എവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്, മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ളത്. നമുക്കറിയാം 3 to 6 years കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റിലുള്ള കുട്ടികൾ, യങ്ങർ വൺസ്, ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സെയിം ഏജിലെ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ അതേ ഒരു ഗ്രൂപ്പ്സിലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ വർക്ക് ചെയ്യണം, അത് അവരുടേതായ രീതിയിൽ അവരെന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കുട്ടികളിൽ മ്യൂച്വൽ ഹെൽപ്പ് കാണുന്നത്. അത് പരസ്പരമുള്ള സഹായം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എനിക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ മാത്രം ഫസ്റ്റ് ആവണം അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ മ്യൂച്വലി ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവർ ചെറുപ്പം മുതലേ എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻഡിവിജ്വലിന് വേണ്ട ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് നമ്മളൊരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ ആരാ റീഡ് ചെയ്യുന്നേ? In a class of normalized children, mutual aid naturally takes the place of completion. These children are always helping one another. The older and more advanced show an avid interest in the progress of the younger ones. അപ്പോ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ കാണുന്നത് എന്താണ്?
കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡിനേക്കാളും കൂടുതൽ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മാത്രം വർക്ക് കംപ്ലീറ്റ് ആവണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കില്ല നമ്മുടെ കുട്ടികൾക്ക്. അവരുടെ ഫ്രണ്ട്സിന്റെയും കൂടി വർക്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആവണം. ആ ഒരു മ്യൂച്വൽ ഹെൽപ്പും കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതലേ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ സ്കൂളുകളിലും കോമ്പറ്റീഷൻ ഇല്ലേ? ഫസ്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും. ടീച്ചേഴ്സ് തന്നെ കോമ്പറ്റീഷനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യും. കാരണം ക്ലാസ് ടോപ്പേഴ്സ്, ചില സ്കൂളുകളിൽ ക്ലാസ് ടോപ്പേഴ്സിനെ സെലക്ട് ചെയ്യും, എന്നിട്ടൊരു ബാഡ്ജ് കൊടുക്കും. ക്ലാസ് ടോപ്പർ ആണ്, അപ്പൊ ഈ ഒരു ടൈമിലേക്ക് ആ ഒരു ബാഡ്ജ് ആ കുട്ടിക്ക് സ്വന്തമായിരിക്കും. അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ മൈൻഡാണ് അവർ കുട്ടികളിൽ ചെറുപ്പം മുതലേ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു മൈൻഡോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. ഈ കുട്ടികളെല്ലാവരും ഹെൽപ്പിംഗ് വൺ അനദർ, മറ്റുള്ളവരെ പരസ്പരം സഹായിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. ദ ഓൾഡർ ആൻഡ് മോർ അഡ്വാൻസ്ഡ് ഷോസ് എന്ന് വെച്ചാൽ ഓൾഡർ എന്ന് വെച്ചാൽ മുതിർന്നവരും അതേപോലെ മോർ അഡ്വാൻസ്ഡ് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് ദ യങ്ങർ വൺസ്, അവരുടെ യങ്ങർ വൺസിന്റെ പ്രോഗ്രസ്സിൽ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മുടെ കുട്ടികള് സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മൾ നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട നല്ല ഫ്രീഡം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾ കാണുന്ന ഒരു ഫീച്ചർ ആണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഫുള്ളി സൈലന്റ് ആയിരിക്കും. മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും, ഫുള്ളി സൈലന്റ് ആയിരിക്കും. സൈലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ സൈലൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. അതേപോലെ ചിലപ്പം നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ചിലപ്പോൾ 1 പെയർ ഓഫ് മെറ്റീരിയലേ ഉണ്ടാവുള്ളൂ. ഒറ്റ പെയർ ഓഫ് മെറ്റീരിയൽസ് മാത്രമായിരിക്കും ഉണ്ടാവും. ഇപ്പൊ പിങ്ക് ടവറിന്റെ ആണെങ്കിൽ പിങ്ക് ടവറിന്റെ ഒറ്റ സെറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കുട്ടിക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, നല്ല പേഷ്യൻസോട് കൂടി ക്ഷമയോട് കൂടി അവൻ എന്ത് ചെയ്യും, അവൻ അവിടെ വെയിറ്റ് ചെയ്യും. അവനെ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മെറ്റീരിയൽ അതിന്റെ പ്ലേസിൽ വരുന്നത് വരെ നമ്മുടെ കുട്ടി എന്ത് ചെയ്യും, നല്ല പേഷ്യൻസോട് കൂടി എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. സോ അത് അവൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടി പോയിട്ട് എന്ത് ചെയ്യുന്നത്, അത് കളക്ട് ചെയ്യും, അവൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻസ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികളിൽ കാണാനായിട്ട് വരും. അതിൽ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ കുട്ടികളെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നതാണ്, ഡെവലപ്പ് ചെയ്യുന്നതാണ്. ആ കുട്ടികളെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നല്ല പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ. ക്ഷമിക്കാനായിട്ടുള്ള മനസ്സ് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടോ? ഇല്ല. പെട്ടെന്ന് ദേഷ്യം വരും. അല്ലെങ്കിൽ മുതിർന്നവരുടെ കാര്യം ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ഹോൺ, ഇപ്പൊ ട്രാഫിക്കിൽ പോവാണെങ്കിൽ ഹോൺ കുറച്ചു നേരം അടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ മുതിർന്ന കുട്ടികൾക്ക് പോലും ദേഷ്യം വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അവർ പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ അവർക്ക് പിന്നീട് അവരുടെ ലൈഫ് ലോങ് ഈ ഒരു പേഷ്യൻസ് കൺട്രോൾ, അവരുടെ മൈൻഡിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരില്ല, നല്ല ക്ഷമയുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഡിസിപ്ലിന്റെ വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്, ലിബർട്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡം കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്, ഡിസിപ്ലിൻ ആയിട്ട് മാറുന്നത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഡിപെൻഡൻസ്, ഫ്രീഡം, അത് അവരിൽ ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ റോഷ്നി സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ റീഡ് ചെയ്തേ. Okay, ma'am. This is one of the features that usually astonish visitors most when they see a Montessori school for the first time. This discipline is so complete that the absence of the directors for quite a long period of time does not affect it. This discipline is one of the fruits of liberty. ഓക്കെ, അപ്പൊ നമ്മളൊരു മോണ്ടിസോറി സ്കൂൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് മോണ്ടിസോറി സ്കൂൾ അടുത്തുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ പറവൂരാണെങ്കിൽ മന്നത്ത് ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. ഇവിടെ അടുത്തുള്ളവർ അവിടെ പോയി വിസിറ്റ് ചെയ്യാം. അവരുടെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ചോദിക്കാം, കാണിച്ചു തരാൻ പറയാം. ഇനി
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു 500 meters എവേ ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. അവിടെ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത്, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ ആ കുട്ടികളിൽ ഉണ്ട്. അപ്പോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്താണെങ്കിൽ അവിടെ പോവാം, അല്ലെങ്കിൽ പറൂരാണെങ്കിൽ ഇസ്ലാമിക് സ്കൂൾ. അതേപോലെ നമുക്ക് നോക്കാം നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയാണ് മോണ്ടിസോറി സ്കൂൾ ഉള്ളത്, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ അവിടെ കുട്ടികളിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിറ്റേഴ്സ് നമ്മുടെ മോണ്ടിസോറി സ്കൂൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്പോട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സൈലൻസ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, ബട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു CBSE സ്കൂൾ, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കുട്ടികളുള്ള CBSE സ്കൂൾ വിസിറ്റ് ചെയ്തു. പക്ഷെ അവര് ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടികള് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഭയങ്കര, പക്ഷെ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഭയങ്കരമായിട്ട് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ്. പക്ഷെ ഒരിക്കലും ഒരു മോണ്ടിസോറി സ്കൂൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഫുള്ളി എൻറ്റയർലി സൈലന്റ് ആയിരിക്കും. കാരണം അവർക്ക് അറിയാം എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ സൈലന്റ് ആവേണ്ടത് എങ്ങനെയാണ്. അതൊക്കെ അവര് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് സൈലൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് ആ കോൺസെൻട്രേഷൻ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വർക്കിൽ തന്നെ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളി എൻറ്റയർലി സൈലന്റ് ആയിരിക്കും. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു മറ്റൊരു ഫീച്ചർ ആണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മളിവിടെ കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യിപ്പിക്കുകയല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. നമ്മുടെ കുട്ടികൾക്ക് ഈ ലിബർട്ടി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികളെ എന്താ ഡിസിപ്ലിൻ ആയിട്ട് മാറുന്നത്. നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം ലിബർട്ടി തന്നിട്ടുണ്ട്. നിങ്ങളുടേതായ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യാനും ഡൗട്ട്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പൊ ആർക്ക് വേണമെങ്കിലും നമ്മൾ ക്ലാസ്സിന്റെ ടൈമിൽ മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്കും എന്താണ് നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കുട്ടികളെല്ലാവരും നല്ല ഡിസിപ്ലിൻഡ് കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യമാണ് ജോയ്. നമ്മുടെ കുട്ടികളില് വർക്ക് ചെയ്ത് അവരത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് നമ്മുടെ കുട്ടികളിൽ കാണാനായിട്ട് പറ്റും, ഒരു പ്ലഷർ, സന്തോഷം കാണാൻ പറ്റും. ആരൊക്കെ ബൈനോമിയൽ ക്യൂബ് ചെയ്ത് നോക്കി? ഞാൻ ചെയ്തു മാം. ഓക്കെ, ഞാൻ ഈ ബൈനോമിയൽ ക്യൂബ് ചെയ്യുമ്പോൾ ശരിയാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു മെറ്റീരിയലാണ് ബൈനോമിയൽ ക്യൂബ്. അപ്പൊ ഞാൻ ശരിയാക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സന്തോഷം എത്ര പ്രാവശ്യം ചെയ്താലും ആ ഒരു സന്തോഷം എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയോ? അത് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തപ്പോ ആ ഒരു ഹാപ്പിനെസ് കിട്ടിയോ? തോന്നി ഫസ്റ്റ് ടൈം എന്റെയും തെറ്റിപ്പോയി, പിന്നെ ഞാൻ എല്ലാവരുടെയും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ വീണ്ടും ചെയ്തു നോക്കി, അപ്പൊ കറക്റ്റ് ആയി കിട്ടി. ഒരു സന്തോഷം കിട്ടിയോ? പിന്നെ സന്തോഷമായി. ഒന്ന് ആലോചിക്കും, നമ്മൾക്ക് മുതിർന്നവർക്ക് അത്രയും ഒരു ചെറിയ സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ കുട്ടികളാണ് അതായത് റിപ്പീറ്റ്ലി വർക്ക് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തോരം ഹാപ്പിനെസ് ആയിരിക്കും. അത് വേണ്ട. പിങ്ക് ടവർ നമ്മൾ ചെയ്തിട്ടുണ്ടോ കുട്ടികൾ? നിങ്ങള് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ആ പിങ്ക് ടവർ വീണ്ടും വീണ്ടും, സ്വന്തം കുട്ടികൾക്ക് പിങ്ക് ടവർ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവും? ഇഷ്ടമുണ്ട്. ഞാൻ ഇപ്പൊ മാറ്റി വെച്ചേക്കാം. കൊറേ പ്രാവശ്യം ചെയ്യാൻ കൊടുത്തു, ശരിയായി വെച്ചു. പിന്നെ അവൻ അത് നശിപ്പിക്കൽ തുടങ്ങിയത് കണ്ടപ്പോ മാറ്റി വെച്ചു. ഓക്കെ, ആ ഒരു സന്തോഷം, ആ ഒരു ജോയ്ഫുൾനെസ് ആ കുട്ടികളുടെ ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരൊരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം നമ്മൾ സാധാരണ ഗെയിം ഒക്കെ കളിച്ച് കിട്ടുന്ന പോലത്തെ സന്തോഷം ആയിരിക്കില്ല. പക്ഷെ ഇപ്പൊ ഫോണിലും കാര്യങ്ങളിലൊക്കെ കളിച്ച് അവർക്ക് പെട്ടെന്ന് സന്തോഷം, അങ്ങനത്തെ സന്തോഷമല്ല, അതിൽ നിന്ന് മറ്റൊരു സന്തോഷമാണ്. അവരെന്തോ നേടിയെടുത്തു, അവരത് വർക്ക് ചെയ്ത് അത് നേടിയെടുത്തു എന്നുള്ളൊരു ഹാപ്പിനെസ് അവർക്ക് കിട്ടാണ്. നമ്മള് കോൺസെൻട്രേഷൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഡീപ്പായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിറ്റിക് ആയിട്ടുള്ള കറക്റ്റ് അവരുടെ ഒരു മനസ്സിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇമോഷണൽ ഒരു ജോയ്ഫുൾനെസ്. ഞാൻ തന്നെ ഈ മെറ്റീരിയൽ ചെയ്ത് ബൈനോമിയൽ ക്യൂബ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ട്രൈനോമിയൽ ക്യൂബ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കുറച്ചും കൂടി കൺഫ്യൂഷനാണ്.
അപ്പൊ നമ്മൾ അതും കൂടി ചെയ്ത് സെറ്റ് ആക്കി കഴിച്ച് അത് കറക്റ്റ് ആവുന്ന സമയമില്ലേ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം കിട്ടും. കാരണം അത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അത് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം കിട്ടും, ജോയ്ഫുൾനെസ്. അത് നമുക്ക് ഈ ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മളുടെ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ വർക്ക് ചെയ്ത് ആ വർക്ക് സക്സസ് ആവുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് എന്ത് ജോയ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സന്തോഷം എന്ന് മനസ്സിലായോ? ഓക്കെ, ആരാ റീഡ് ചെയ്യുന്നേ ജോയ്? ഓക്കെ, ആര് വായിച്ചു? നെക്സ്റ്റ് തനുജ, നമുക്ക് അടുത്ത പോയിന്റ് വായിക്കാം കേട്ടോ. Joy. This joy which the shine is in the children face and surely in their whole attitude is something more than pleasure or the happiness of being. And like the concentration referred above, it is a deep and cryptic emotion. It is in the fact the joy that in nature always then as the ma'am ACCO accompaniment to the right use of the facilities. It is the joy which comes with action in the obedience to the law of our nature. Okay, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ ജോയ്ഫുൾനെസ് നമ്മുടെ കുട്ടികളിൽ നമുക്ക് കാണുമ്പോൾ അവർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാനായിട്ട് പറ്റും. ചെറിയ സമയങ്ങളിൽ അവർ നല്ല സന്തോഷത്തോടു കൂടി നല്ല ഹാപ്പിനെസ്സോടു കൂടി അത് ആ വർക്ക് ചെയ്യുന്നു. ലൈക്ക് കോൺസെൻട്രേഷൻ പോലെ തന്നെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്ത് ജോയ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജോയ് the nature always grant accomplishment to the right of use of facility. നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷമാണ് അത്. ജോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ലോ ഫോർ നേച്ചർ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് തന്നെ ഒരു എന്തൊരു ഭാഗമാണ് എന്ത് ഈ ജോയ് എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്തത് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മള് നോർമലൈസേഷനെ കുറിച്ചിട്ടായിരുന്നു ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നോർമലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മേ ബി നമ്മുടെ കുട്ടികള് ഒരു 3 to 4 yearsലെ കുട്ടികൾ മേ ബി നോർമലൈസ്ഡ് ചൈൽഡ് ആവണമെന്ന് ഇല്ല. നമ്മൾ അവരെ ത്രൂ വർക്കിലൂടെ അവർ നമ്മൾ എന്തായിട്ട് മാറ്റാണ്, നോർമൽ ചൈൽഡ് ആക്കി മാറ്റാണ്. ത്രൂ വർക്കിലൂടെ അവർ ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവരിൽ വരുന്ന ആ ഒരു മാറ്റത്തെ ഫണ്ടമെന്റൽ ചേഞ്ചിനെയാണ് മോണ്ടിസോറി എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോർമലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു മാറ്റം, ആ ഒരു പ്രോസസ്സിനെ മോണ്ടിസോറിയുടേതായ ഒബ്സർവേഷനിലൂടെയും എക്സ്പീരിമെന്റ്സിലൂടെയുമാണ് ഡിസ്കവർ ചെയ്തത്. അപ്പൊ മോണ്ടിസോറി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്ക് നോർമലൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. റിപ്പീറ്റ്ലി ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുട്ടികൾ നോർമൽ ചൈൽഡ് ആയിട്ട് മാറുകയാണ്. ഒരു കുട്ടി വീണ്ടും വീണ്ടും ആ വർക്ക് ചെയ്യുമ്പോൾ അവർ പെർഫെക്റ്റ് ആവണം. എന്താ പറയാ, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അതേപോലെ തന്നെയാണ് മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു കാര്യം ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മോണ്ടിസോറി പറയുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് 2 സ്ട്രീംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മുടെ മെന്റൽ എനർജി ആൻഡ് ഫിസിക്കൽ എനർജി. ഒരു കാരണവശാലും നമ്മുടെ മെന്റൽ എനർജി ഫിസിക്കൽ എനർജിയും എന്താവാൻ പാടില്ല, ഡിവോഴ്സ് ആവാനായിട്ട് പാടില്ല. നമ്മൾ ആ ചെയ്യുന്ന വർക്കിലേക്ക് നമ്മുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ആ വർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നോർമലൈസ്ഡ് ചൈൽഡാണ്. ബട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്, ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. ഇതിൽ ആരൊക്കെയാണ് നോർമൽ ചൈൽഡ് എന്നുള്ളവരൊന്ന് തമ്പയച്ചേ. നമ്മുടെ ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നവരൊന്ന് തമ്പയച്ചേ. ഓക്കെ, കുറച്ച് പേരുണ്ട്. ഇനി ആരൊക്കെയാണ്
ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളിലോ ഞാൻ ചിന്തിച്ചിരിക്കുന്നുണ്ട്. കാരണം മോനപ്പൊ അംഗൻവാടി കൊണ്ടാക്കിയേക്കാണ് ഫസ്റ്റ് ആയിട്ട്. എന്റെ ചിന്ത മൊത്തം അവിടെ. ഫസ്റ്റ് ഡേ ആക്കിയിരിക്കുകയാണ്. മേ ബി നമ്മളത് ഇപ്പൊ ഞാനായാൽ പോലും പെട്ടെന്ന് എന്താണ് ചിലപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ മൈൻഡിലേക്ക് വരുന്നത്. മേ ബി അപ്പൊ ഞാൻ ഡീവിയേറ്റഡ് ആവും. അപ്പൊ ഞാൻ തന്നെ തിരിച്ചു വിളിക്കും, ഞാൻ ഡീവിയേറ്റഡ് ആണ്, ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരണം. പെട്ടെന്ന് നമ്മുടെ ആ ഒരു മൈൻഡ് ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നോർമലൈസേഷൻ, എന്താണ് ഡീവിയേഷൻ എന്ന് മനസ്സിലായോ? ഡീവിയേഷൻ നമ്മൾ നോർമലി ആണ്, എല്ലാ കുട്ടികളിലും ഉണ്ട്. നമ്മളിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമ്മളിൽ തന്നെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഡീവിയേറ്റഡ് ചൈൽഡ് ആണെന്ന് വരെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടും അതേപോലെ നിങ്ങളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ടൈപ്പാണ്, ഏത് ക്യാരക്ടർ ഓഫ് ഡീവിയേഷൻ ആണ്. ഞാൻ അത് ചിന്തിച്ചെടുക്കാറുണ്ട്. എന്താണ് നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന എന്താണ് പാരന്റ്സ് ആക്കുമ്പോൾ ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ആ കുട്ടീനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടി നോർമൽ ആണോ, നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡ് ആണോ എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്തതില് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് കൊണ്ടുവന്നാക്കിയ സമയത്ത് തന്നെ, അല്ലെങ്കിൽ പാരന്റ്സ് കൊണ്ടുവന്ന് സ്കൂളിലാക്കിയ സമയത്ത് തന്നെ ആകെ 1-2 കുട്ടികൾ മാത്രമാണ് നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്. ബാക്കി എല്ലാവരും ഡീവിയേറ്റഡ് ആണ്. അവരുടേതായ അവർക്ക് ഡീവിയേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ നോർമലൈസേഷൻ എന്താണ്? ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മളിൽ നിന്ന് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ തിങ്ക് ചെയ്യാണ്. നമ്മുടെ ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സ് വേറെ എവിടെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡീവിയേറ്റഡ് ആണെന്ന് പറയും. നമ്മൾ ഒരുപാട് നേരം എന്താ പറയാ സ്വപ്ന ലോകത്തൊക്കെ ഇരിക്കുന്നില്ലേ? ചില ആൾക്കാർ ഒത്തിരി നേരം നിന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവരുടെ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവരുടെ ചിന്തകളൊക്കെ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ല, നമുക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യാറുണ്ടോ? TV ഓൺ ചെയ്തിട്ട് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഡീവിയേഷന്റെ ഭാഗമാണ്. ഓക്കെ, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ചൈൽഡ് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ചെറിയ പ്രായത്തിലെ കുട്ടികൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അവർക്ക് ഇമാജിനേഷൻസും ഇതേപോലെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതെല്ലാം കൂടുതലല്ലേ? അതിൽ കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അത് ഡീവിയേഷൻ ആയിട്ട് മാറും. നമുക്ക് ആ ഡീവിയേഷന്റെ ക്ലാസ്സസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ കുട്ടികള് നമ്മൾ കളിപ്പാട്ട് അവരുടേതായ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പ്ലേ ചെയ്യുന്നത് അല്ലെ? പ്ലേ ചെയ്യുമ്പോൾ അവർ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ 2-3 പേരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് നോർമലാണ്, എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. ബട്ട് ചില കുട്ടികൾ ഈ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെ മേ ബി ഒരു പാവക്കുട്ടി ആയിരിക്കും. ആ പാവക്കുട്ടിനെ ഫുൾ ടൈമും അവരെ കൂടെ കൊണ്ടു നടക്കും. അവർ ഭക്ഷണം കൊടുക്കുന്ന പോലെ കാണിക്കും, ഉറങ്ങുമ്പോ അതിനെ ഉറക്കും, അങ്ങനെ ഒത്തിരി ഫുൾ കൺട്രോൾ. അപ്പൊ അതേപോലെ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ആ പാവക്കുട്ടീനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിക്കുകയാണെങ്കിൽ അപ്പം മുതൽ ആ കുട്ടി ഡീവിയേറ്റഡ് ആണ്. മനസ്സിലായോ? ആ ടൈം മുതൽ ആ കുട്ടി എന്താണ്, ഡീവിയേറ്റഡ് ആണ്. എന്ന് വെച്ചാല് അവന്റെ ഇമാജിനേഷനിലേക്കാണ് അവൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ബട്ട് ഇങ്ങനെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികളും അതിൻ്റെതായ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. കാരണം അവർക്ക് ഒത്തിരി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് കാര്യങ്ങളും കഥകളൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ നല്ലൊരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ അതൊരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതെന്താണ്, ഡീവിയേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആണ് പിന്നീട് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ കുട്ടികൾക്ക് ലവ് ഓഫ് ഓർഡർ, നമ്മൾ ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. ലവ് ഓഫ് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മുടെ കുട്ടികളിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോൺസെൻട്രേഷൻ. നമ്മുടെ കുട്ടികളിൽ ഒത്തിരി നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അത് ഭാവിയിലും അവർക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, നമ്മുടെ കുട്ടികൾ റിയാലിറ്റി ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഒരു സൈലൻസ്, നമ്മുടെ എൻവയോൺമെന്റ് ഒരു പ്രത്യേകത തന്നെയാണ് സൈലൻസ്. അത് ഭയങ്കരമായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഐസൊലേറ്റ് ചെയ്യുന്ന അവരുടെ മൈൻഡ് മാത്രമാണ്. സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇനി സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ് എന്ന് വെച്ചാല് മോണ്ടിസോറിയില് പറയുമ്പോൾ കുട്ടികളുടേതായ ആ ഒരു ഇന്റൻസ് ലവിന്റെ പുറത്താണ് നമ്മൾ കുട്ടികൾ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അത് നേടിയെടുക്കണം എന്നുള്ള വാശിക്ക് ഇതൊന്നും അല്ല. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ആദ്യം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ആ മെറ്റീരിയൽസ് ഒക്കെ ആദ്യം കാണുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിലുണ്ടാവും ഇല്ലേ?
നിങ്ങൾക്ക് തോന്നിയോ ഈ മെറ്റീരിയൽ എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്? എനിക്ക് തോന്നിട്ടുണ്ട് മാം. ഏത് മെറ്റീരിയലാ? എനിക്ക് മറ്റേ ബയോമെക്കൽ ക്യൂബ് ഇല്ലേ, ബൈനോമിയൽ ക്യൂബ്. ഓക്കെ, ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു മാത്തമാറ്റിക്കൽ ബോർഡ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് അത്രയും എന്താ പറയാ പണിഷ്മെന്റ് കിട്ടി പഠിച്ചൊരു കാര്യമാണ് മാത്തമാറ്റിക്കൽ ടേബിൾ എന്ന് പറയുന്നത്. ഇത് ബീറ്റ്സ് യൂസ് ചെയ്തൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ട്, നല്ല ഗ്രേറ്റ് ആയിട്ട് പോയാനായിരുന്നു ഞാൻ വിചാരിക്കാറുണ്ട്. അതേപോലെ ഞാൻ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ ഞാൻ വിചാരിക്കും ഇത് നല്ലതാണ്, കുട്ടികളുടെ സെൻസ് ചെയ്ത് അത് മനസ്സിലാക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തിട്ടില്ലേ? അതേപോലെ തന്നെ ഞാനും ചെയ്യണമെന്നൊക്കെ വിചാരിച്ച കാർഡ് സാൻഡ് പേപ്പർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ല. എന്റെ ഉള്ള വർക്കൊക്കെ പണ്ടത്തൊക്കെ ഇതായി പോയി, നമ്മള് യൂസ് ചെയ്യാണ്ടും അതേപോലെ ചീത്തയിൽ പോയിട്ടുണ്ട്. മോള് ഇപ്പോ 4 വയസ്സായി, LKG-യിലാണ്. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു, പക്ഷെ ടൈം കിട്ടുന്നില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോ ചില കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, അവരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോ മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മുടെ കുട്ടികളിൽ തന്നെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ഞാൻ മോൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് മാത്രം അതെനിക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡിൽ ഇരിക്കുകയാണ്. അപ്പോ അത് വാങ്ങിച്ചു കൊടുക്കണം, ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മളുടെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റിയൽ ആയിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നോട്ട് ഫ്രം ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. നമ്മൾ ക്യൂരിയോസിറ്റിയുടെ പുറത്താണെങ്കിൽ, ഞാൻ കിൻഡർ ജോയുടെ എക്സാമ്പിൾ അല്ലേ ക്യൂരിയോസിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ആ ഒരു ചോക്ലേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അത് അവരെ കൊണ്ടത് വാങ്ങിക്കുന്നു, ചോക്ലേറ്റ് ഉപേക്ഷിക്കുന്നു, ആ ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ ടോയ് ആണ് അവർക്ക് ഇൻട്രസ്റ്റ്. പക്ഷെ അതൊരു റിയൽ ചോയ്സ് അല്ല, ഒരിക്കലും അതൊരു റിയൽ ചോയ്സ് അല്ല. നമ്മുടെ കുട്ടികളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിയൽ ചോയ്സ്. കാര്യങ്ങൾ അവർക്ക് റിയൽ ആയിട്ട് എന്താണോ വേണ്ടത് അത് അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യിപ്പിക്കാം, സെലക്ട് ചെയ്യിപ്പിക്കാം. ഇനി ഒബീഡിയൻസ് പറഞ്ഞു, നമ്മുടെ കുട്ടികൾ നോർമൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫാക്ടറാണ് ഒബീഡിയൻസ്. നമ്മുടെ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞാൽ തന്നെ നമ്മൾ ഫുൾ ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിൽ ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ ആ കൊടുക്കുന്ന ഫ്രീഡം യൂസ് ചെയ്ത് അവർക്ക് ആ ഒരു ഒബീഡിയൻസിലേക്ക് വരാണ്. ത്രൂ വർക്കിലൂടെയാണ്, എല്ലാം എന്തിലൂടെയാണ്, വർക്കിലൂടെ തന്നെയാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരുപാട് കുട്ടികളെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് എന്ന നിലയിലായാലും നമ്മളെപ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവര് ഡിപ്പെൻഡന്റ് ആയിട്ട് മാറും. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുക. കാരണം അവർക്ക് പിന്നീടായാലും അവരുടെ ലൈഫിൽ ഇൻഡിപെൻഡൻസ് ആയിരിക്കും നല്ലത്. നമുക്കറിയാം മുതിർന്നതായിട്ട് നമ്മള് പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവുന്നത് നല്ലത്. ചെറുപ്പം മുതലേ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ് നല്ലത്. അത് തന്നെയാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ അവരുടെ വർക്ക് കാര്യങ്ങൾ മുതൽ അവർ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഫുൾ ഫ്രീഡം ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്. ഇനി നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ഒരു ക്ലാസ്സിൽ മുതിർന്ന കുട്ടികൾ അവരുടെ യങ്ങർ വൺസിനെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. മോർ അഡ്വാൻസ്ഡ് ആൻഡ് എന്താ പറയുക ഓൾഡർ വൺസ് എന്ത് ചെയ്യും, അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രത്യേക ഒരു ക്യാരക്ടറാണ് മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ എയ്ഡ് നമുക്ക് കാണാൻ പറ്റും. കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റേഷന്റെ ഒക്കെ അതിന് മുൻപ് നമ്മുടെ കുട്ടികൾ പരസ്പരമുള്ള സഹായമാണ് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമ്മുടെ ഡിസിപ്ലിൻ ആയിരിക്കും. നമ്മൾ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഫുൾ ഡിസിപ്ലിൻ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ലിബർട്ടിയുടെ ഒരു ഫലമാണ് നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഒരു ഫലമാണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതേപോലെ പിന്നീട് കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേഷ്യൻസ്. ഇപ്പോ ഒരു കുട്ടി ആ ഒരു വർക്ക് എന്താണ്, അവൻ ആ വർക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് മെറ്റീരിയൽ മറ്റൊരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേഷ്യന്റ് ആയിട്ടിരിക്കും. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ മെറ്റീരിയൽ തിരിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അത്രയും നേരം അവന് പേഷ്യൻസ് അല്ലെങ്കിൽ ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മെന്റൽ എനർജി നല്ല കൂടുതലായിരിക്കും കുട്ടികൾ, നല്ല രീതിയിൽ പേഷ്യൻസ് ആയിരിക്കും. പിന്നീട് ഭാവിയിലായാലും എന്താ പറയാ ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ പോലും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ജോയ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് സക്സസ് ആവുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ സന്തോഷമുണ്ട്. ദാറ്റ്സ് ആ ഒരു ഹാപ്പിനെസ് ആൻഡ് പ്ലഷർ. അതന്നെയാണ് നമ്മൾ ജോയ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ.
ഒന്നും എല്ലാവരും റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. നോർമലൈസേഷൻ തുടങ്ങി ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരെ ഒന്ന് റീഡ് ചെയ്തേ. എല്ലാവരും വായിച്ചു നോക്കണം. നമ്മൾ മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോർമലൈസേഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ റിവിഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ബട്ട് റിവിഷൻ ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ പിന്നീട് എടുക്കില്ല. ബാക്കിയുള്ള മിക്ക ക്ലാസ്സുകളും റിവൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനും റിവൈസ് ചെയ്യാറുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നല്ല രീതിയിലൊക്കെ റീഡ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. റീഡ് ചെയ്തു. മറ്റുള്ളവരോ ഡൗട്ട്സ് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായി. മനസ്സിലായി. അപ്പൊ ഒന്നും കൂടി റീഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടോപ്പിക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ എക്സാമ്പിൾസ് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അത് റീഡ് ചെയ്യാൻ നോക്കാം. അതിലുള്ള ആ ഒരു വേർഡ്സിന്റെ മീനിങ്സ് സെർച്ച് ചെയ്യുന്നതിന് നല്ലത് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ അങ്ങനെ നോക്കാം. ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എക്സാമ്പിൾസ് പറയാറുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്യൂലേ നിങ്ങള്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല വരുന്നത്. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നത് ഡീവിയേഷനെ കുറിച്ചിട്ടാണ്. ശരിക്കും ആദ്യം നമ്മള് ഡീവിയേഷൻ പറഞ്ഞിട്ട് വേണമായിരുന്നു നോർമലൈസേഷനിലേക്ക് വരാൻ. ഓക്കെ, സെൽഫ് ഡിസിപ്ലിൻ കൂടി പറഞ്ഞുതരോ? സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൊടുക്കുന്നുണ്ട്? ഫ്രീഡം നമ്മൾ അലൗ ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ അവർക്ക് ഇൻഡിപെൻഡൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് മാറും. സെൽഫ് എന്നുവെച്ചാൽ അവർക്ക് ഓരോ വർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ അവർ നമ്മളിപ്പോ ഒരു മോണ്ടിസോറി സ്കൂൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷൻ ഒരു വിസിറ്റ് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആ കുട്ടികളിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ സ്കൂളില് മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. CBSE സ്കൂൾ തന്നെയാണ്, ബട്ട് എന്താണ് മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. അപ്പൊ ബാക്കി എല്ലാ ക്ലാസ്സുകളിലും ഭയങ്കര വികൃതിയായിട്ട് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത കുട്ടികള് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നല്ല ഡിസിപ്ലിൻ ആയിട്ടാണ് അവർ, നല്ല ലൈനില് ഡിസിപ്ലിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആണ് അവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. ആ വരുന്ന വരവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഡിസിപ്ലിൻഡ് ആയിട്ടുണ്ട്. അവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അവർ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നല്ല ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറണം. ആ മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിസിപ്ലിൻ നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഞാൻ ഈ ലൈനിന്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ, അസംബ്ലിക്ക് ഇവിടെ കൊണ്ടുപോകും. നോർമലിയാണ് അസംബ്ലിക്ക് ക്ലാസ്സിൽ നിന്ന് ലൈനായിട്ട് പോകുമ്പോൾ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും. ആ ഒരു ഒബ്സർവേഷൻ ടീച്ചർമാർ തന്നെ കമ്പയർ ചെയ്യും. ഇവർ അസംബ്ലിക്ക് പോകുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഡിസിപ്ലിൻ അപ്പം മുതൽ ആ ടൈം ലാസ്റ്റ് അവർ ആണ്, ആ ഒരു ലാസ്റ്റ് അവർ ആ സമയം മുതൽ ക്ലാസ് റൂമിൽ എത്തുന്നവരെ വർക്കൊക്കെ ചെയ്ത് അവർ തിരിച്ച് ക്ലാസ് റൂമിൽ എത്തുന്നവരെ അവർ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ പിന്നീട് ഒരു പറ്റാണെങ്കിൽ ഒരു മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ റഷീദ? പിന്നെ നമ്മൾ കൊടുക്കുന്ന ലിബർട്ടി ആൻഡ് ഫ്രീഡത്തിന്റെ ഫലമാണ് ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഏത് വർക്ക് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം അലൗ ചെയ്യണം. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവർ ഡിസിപ്ലിൻ ആയിട്ടുള്ള ചിൽഡ്രൻസ് ആയിട്ട് മാറും. പിന്നെ നമ്മുടെ കുട്ടികൾ ഈ സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫാക്ടറാണ് പേഷ്യൻസ്. ക്ഷമ കൂടുതലായിരിക്കും. കാരണം അവർക്കിപ്പോ ഇന്ന വർക്ക് വേണം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കല്ല, അത് ചിലപ്പോ അവരെന്ത് ചെയ്യും, അവർ തന്നെ തമ്മിൽ എന്ത് ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യും. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് എനിക്ക് തരണം അങ്ങനെ പറഞ്ഞ അവര് തന്നെ എന്ത് ചെയ്യും, സെറ്റിലും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഡിസ്പ്യൂട്ട് ഒക്കെ അവര് തന്നെ സോൾവ് ചെയ്യും. അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് നല്ല പേഷ്യൻസ് ആയിരിക്കും. ഒരാള് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മുടെ കുട്ടികളെ ഫുൾ എന്താ പറയാ നല്ല പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു മെറ്റീരിയൽ കളക്ട് ചെയ്യുകയും വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് മാം, ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളില് രാവിലെയാണ് മെറ്റീരിയൽസ് കൊടുക്കുന്നവർക്ക്. ക്ലാസ് ടൈം തുടങ്ങി എല്ലാവരും എത്താൻ വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആദ്യം കുറച്ച് കുട്ടികൾ, അപ്പൊ അവര് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ അടുത്ത കുട്ടി വരുമ്പോൾ അത് അവരിലേക്ക് പാസ് ചെയ്യും, ടീച്ചർ പറയാണ്ട് തന്നെ. സ്കൂളിലാണല്ലേ പോയത്? മോണ്ടിസോറി സ്കൂളല്ല മാം, പക്ഷെ നമ്മുടെ ഒട്ടുമിക്ക മെറ്റീരിയൽസും ഞാൻ അവിടെ കണ്ടായിരുന്നു. മേ ബി മിക്ക സ്കൂളുകളിൽ പോയിട്ട് സെഷനിൽ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈലൻസിന്റെ കാര്യം എങ്ങനെയാ? സൈലൻസ് അത്ര പറയാനാവില്ല മാം, കുറച്ച് ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഷെയറിംഗിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമാണ്. ടീച്ചേഴ്സ് പറയാണ്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ടൊക്കെ, ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അവര് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചില ആൾക്ക് ഇപ്പൊ ടിഫിൻ ബോക്സ് തുറക്കാൻ പറ്റാത്ത കുട്ടിക്ക് ഓടി വന്നിട്ടുണ്ടാവും, മറ്റേ കുട്ടി വന്ന് ടിഫിൻ ബോക്സ് തുറന്നു കൊടുക്കുന്നു, ബോട്ടിൽ എടുത്തു കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളായിരുന്നോ? ഞാൻ പ്ലേ സെക്ഷൻ LKG UKG എല്ലാ ക്ലാസ്സിലും കയറിയായിരുന്നു മാം. ഓക്കേടാ, നമുക്കത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്താണെന്ന് മനസ്സിലായി. നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതല്ല, കുട്ടികൾ നോർമലി ആ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ ഡിസിപ്ലിനിലേക്ക് വരുന്നതാണ്. ആദ്യം ഒരു കുട്ടി വരാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കുട്ടി പെട്ടെന്ന് ഡിസിപ്ലിൻ ആവുന്ന. മേ ബി 1 month അല്ലെങ്കിൽ ചില കുട്ടികൾ ഒരു 4 months 3 to 4 months നോർമലായിട്ട് മാറും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ആദ്യത്തെ ഒരു മാസം മേ ബി ഒത്തിരി ഡീവിയേഷൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു 3 to 4 months നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അത് മെർജ് ചെയ്തു. ഓക്കെ,
ആദ്യം വരുമ്പോൾ ചിലപ്പോൾ ഡീവിയേഷൻ ആയിരിക്കും. നമ്മളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡിനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീവിയേഷൻസും ഡിസ്റ്റർബൻസും നോട്ടി ചൈൽഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്ത് മാറ്റും, നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഡീവിയേഷനെ കുറിച്ചിട്ടാണ്. നോർമലി സംഭവിക്കുന്നതാണ് 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഡീവിയേഷൻ നമ്മൾ കാണാറുള്ളതാണ്. അവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ഡീവിയേഷനും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ. മേ ബി ഡീവിയേഷന് പല റീസൺസ് ഉണ്ട്. ഇപ്പോ പാരന്റ്സ് അടുത്തില്ലാത്ത കുട്ടികൾക്ക് ഡീവിയേഷൻസ് കൂടുതലാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് പാരന്റ്സിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡീവിയേഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ഡീവിയേറ്റഡ് ആയിരിക്കാം. ദെൻ ഓർ നമ്മള് സിംഗിൾ പാരന്റ്സ് ഉള്ള ഫാമിലീസിൽ കുട്ടികൾ ഡീവിയേറ്റഡ് ആണ്. അത് എല്ലാ കാര്യത്തിലും വരുന്നുണ്ട് ഡീവിയേഷൻ, പല രീതിയിലും ഡീവിയേഷൻ വരുന്നുണ്ട്. മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഡീവിയേറ്റഡ് ആണ്. ദെൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരന്റ്സ്, സിംഗിൾ പാരന്റ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു. ഒത്തിരി കേസുകളിൽ കുട്ടികൾ ഡീവിയേറ്റഡ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില ഫാമിലീസ് ഭയങ്കരമായിട്ട് സ്ട്രിക്ട്നെസ് ഫോളോ ചെയ്യും, ഒരു ഫ്രീഡം കൊടുക്കില്ല, ഫുൾ സ്ട്രിക്ട്നെസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴും നമ്മൾ വിചാരിക്കും കുട്ടികൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, പഠിക്കും, അങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് ആകുന്നതിനനുസരിച്ച് കുട്ടികൾ ഡീവിയേറ്റഡ് ആവുകയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഡീവിയേറ്റഡ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല, ഡീവിയേറ്റഡ് ആവാണ് ചാൻസ്. നമ്മൾ സ്ട്രിക്ട്നെസ് കൂടുന്നതിനനുസരിച്ച് ഡീവിയേറ്റഡ് ആകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു വേ ഓഫ് ആ ഒരു ലൈനിൽ നിന്ന് മാറി ചിന്തിക്കും. ഞാൻ ഇതിനെ എപ്പോഴും ഫോളോ ചെയ്യുന്നു. ഞാൻ എപ്പോഴും പഠിച്ചിട്ട് ഇപ്പൊ ഒരു 50 ഒരു എക്സാം കഴിഞ്ഞു വിചാരിക്കാം, ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു 50-ൽ ഒരു 45 മാർക്ക് വാങ്ങിച്ചുള്ളൊരു കുട്ടി വന്നു, ബാക്കി 5 മാർക്ക് എവിടെ എന്നായിരിക്കും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരിക്കലും ചോദിക്കരുത്. നമ്മുടെ കുട്ടി എത്രയാണോ വാങ്ങിച്ചത് അത് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വരുമ്പോ തന്നെ ക്ലാസ് ഫസ്റ്റ് അല്ലല്ലേ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാനോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ചില പാരന്റ്സ് എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. ചില അവർക്കിപ്പോ ഒരു 50 നോർമലി ആണ് 40, 35, 32 ഒക്കെ കിട്ടിയിട്ട് വരുമ്പോ അവർക്ക് കുട്ടിക്ക് മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന് വഴക്ക് പറയുന്നു. ടീച്ചേഴ്സ് എടുത്ത രീതിയിൽ നമ്മളിതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങള് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരന്റ്സിനായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മളോട് തന്നെ വഴക്ക് പറയും. ചില എന്റെ മകൻ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് ചോദിച്ച് നമ്മളോട് വഴക്ക് പറയും. അത് എന്റേതായ ഒരു കാര്യമാണ്. എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിയിൽ ഒരു കുട്ടിയാണ്. അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു കുട്ടിയാണ്. അപ്പൊ അവൻ ക്ലാസ് സെക്കൻഡ് ആയിരുന്നു. ക്ലാസ് ഫസ്റ്റ് അവന്റെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ക്ലാസ് ഫസ്റ്റ് അവരും, ഇത് ക്ലാസ് സെക്കൻഡ് ആണ്. പക്ഷെ പാരന്റ്സ് മീറ്റിംഗ് നിന്ന് ഞങ്ങളുടെ അടുത്ത് പാരന്റ്സ് വന്നപ്പോ പാരന്റ് എന്നോട് പറയുന്ന ഡയലോഗ് ആണ് പറയാം. പാരന്റിനെ മീറ്റ് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ടീച്ചർ തന്നെയാണ് ആള്, അതൊരു പ്രശ്നമാണ്. ടീച്ചറാണ് കേട്ടോ, അമ്മ ടീച്ചറാണ്. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്താണ്, എന്റെ മോൻ ടീച്ചറുടെ ക്ലാസ്സിൽ ഇന്ന കുട്ടിയാണ് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞു അവൻ നല്ല മാർക്ക് ഉണ്ട്, ക്ലാസ് സെക്കൻഡ് തന്നെയാണ്, നല്ല മാർക്ക് എന്ന് പറഞ്ഞു. അതെല്ലാം മിസ്സേ അവൻ ക്ലാസ് ഫസ്റ്റിന് 45, ക്ലാസ് സെക്കൻഡിന് 42, 40 അങ്ങനെ എന്തുകൊണ്ട് മാർക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എന്റെ മോന് ക്ലാസ് ഫസ്റ്റ് ആകാൻ പറ്റില്ല. എന്റെ മോൻ പഠിക്കുന്നത് ഇവിടെയാണ്, ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ അവർ സെയിം ട്യൂഷൻ ക്ലാസ്സിലാണ് പോകുന്നത്, അവിടെയും അവർ ഒരുമിച്ചാണ് പഠിക്കുന്നത്. പക്ഷെ എന്റെ മോന് മാത്രം എന്താണ് മാർക്ക് കുറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ അങ്ങനെ അത്രയും അപ്പൊ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയുടെ അമ്മ ട്യൂഷന് വിടുന്നുണ്ട്. ട്യൂഷന് വന്നു കഴിഞ്ഞാൽ വീട്ടിലിരുത്തി ഇതുകൊണ്ട് 11 മണി വരെ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽപ്പിക്കും, 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് 4 മണി മുതൽ ഒരു ക്ലാസ്സിൽ പോകുന്നവരെ ഒരു 7 മണി 7:30 വരെ ചെയ്യുന്നുണ്ട്, വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടി എത്രയിലാ പഠിക്കുന്നതെന്ന് അറിയാവോ? എത്രാം ക്ലാസ്സിലാണ്? അതാണ് 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലാണോ? 6ലാണ് പഠിക്കുന്നത്, ഇപ്പൊ 7ലായിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോടാണ് ഈ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെ വെളുപ്പിൽ എഴുന്നേറ്റ് പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എന്റെ ഓർമ്മയിൽ SSLCക്ക് പോലും ഞാൻ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചിട്ടില്ല. ഉറപ്പാണ്, ഞാൻ SSLCക്ക് ഒന്നും ഞാൻ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചിട്ടില്ല. ആ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടല്ലേ. അപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? അവന് ആദ്യത്തെ എക്സാമിന് എന്താ 42 ആണെന്ന് 42 ആണ് മാർക്ക്. പിന്നീട് നടന്ന ടൈമില് മാർക്ക് കുറഞ്ഞു, ശരിക്കും മാർക്ക് കുറഞ്ഞു, 80ലേക്ക് പോയി.
അവൻ ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം അവന് വയ്യാണ്ടായി, ഭയങ്കര സീനായി പോയി. കാരണം പെട്ടെന്ന് അവന് ഈ ടെൻഷൻ ഉണ്ട്. മാത്സ് കണ്ടി പറയുന്നത്, മാത്സ് എക്സാമിന്റെ റിസൾട്ട് ഞാൻ പറയുന്നത്, ഭയങ്കര ടെൻഷനായി പോയി, വയ്യാണ്ടായി. എന്നിട്ടും ആ അമ്മ എന്ത് ചെയ്തു, ക്വസ്റ്റിനെ കൊണ്ടുവന്ന് എക്സാം എഴുതിച്ചു, 80 മാർക്ക് കിട്ടി. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു, കുട്ടിക്ക് ഓവർ ടെൻഷൻ കൊടുത്തിട്ടാണ് അവന് ഈ പ്രശ്നം വരുന്നത്, ഹെൽത്ത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ എക്സാമിന് കൊടുക്കുന്ന ഈ ഓവർ ടെൻഷൻ ഒഴിവാക്കുക. ഒത്തിരി അവനെ ടെൻഷൻ അടുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടീനെ മര്യാദക്ക് അവന്റേതായ രീതിയിൽ അത് മാർക്ക് വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞു. കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് പാവം തോന്നും. കാരണം ഈ ടൈമിലൊക്കെ ഒരു കുട്ടി 6ാം ക്ലാസ്സിലോ 6ലാണ് പഠിക്കുന്നത്, അവൻ ആ ടൈമിൽ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുക ഒരു റോബോട്ടിന്റെ ലൈഫാണ് തോന്നും. ചില ഫുള്ള് കൂടുതൽ കാര്യങ്ങൾ പാരന്റ്സിനെ ഒത്തിരി ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതും ആ കുട്ടിക്ക് ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. അധികാരോട് സംസാരിക്കൂല, പുറത്തൊന്നും കളിക്കാൻ പോകില്ല, അങ്ങനെ ഒരു മൈൻഡാണ് ആ കുട്ടിക്ക്. അപ്പൊ നമ്മൾ കുട്ടികളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്താലും എന്താണ് ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് അവർക്ക് ഫ്രീഡം അലോ ചെയ്ത് നമ്മൾ അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുത്ത്, ചില ഒരുപാട് എല്ലാം കുറച്ച് ഫ്രീഡം അല്ല, ലിമിറ്റ് ഉണ്ടല്ലോ, ആ ഫ്രീഡം നമ്മൾ ലിമിറ്റ് അലോ ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഡീവിയേഷൻ എന്ന് പറയുന്ന പോർഷൻ ഫ്രൈഡേ നമുക്ക് നോക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ഡീവിയേഷനെ കുറിച്ചിട്ട് ഫ്രൈഡേ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആകെ മരിയ മോണ്ടിസോറിയുടെ ചാപ്റ്ററിന് മാത്രമല്ലേ കിട്ടാനുള്ളൂ? യെസ് മാം. അത് അടുത്ത് തന്നെ കൊടുക്കാട്ടോ. അപ്പോ താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോട്ടോ. ഗുഡ് മോർണിംഗ് അപർണ മാം ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. മാം, നമുക്കിന്ന് നോർമലൈസേഷൻ ഡീവിയേഷൻ തമ്മിലുള്ള ചേഞ്ചസ് ആണ് പറഞ്ഞു തന്നത്. അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു മാം പറഞ്ഞത്. എല്ലാവർക്കും നല്ലപോലെ ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. താങ്ക് യു മാം ഫോർ ദിസ് വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.